ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സർപ്രൈസുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ സർപ്രൈസ് എന്ന് നോക്കാം. ഇത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഗ്യാസൊന്നും ഇല്ലാത്തപ്പം എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന, ഗ്യാസ് ഉപയോഗിക്കാത്ത ഒരേ സമയം തന്നെ 2 വിഭവങ്ങൾ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു വെജ് ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വെജ് ഫ്രൈഡ് റൈസ് ഇഷ്ടമാണല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. എന്താണ് ആ സാധനമെന്ന് ആദ്യം പറയാം. ഈ ഒരു പാൻ കണ്ടോ, ഒരു കടായി കണ്ടോ, ഇത് 2 in 1 കുക്കാണ്. അതായത് ഒരേ സമയം തന്നെ 2 സൈഡിൽ 2 വ്യത്യസ്തമായ ഡിഷ് ഒരേ സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇത് നമ്മൾ ചൈനക്കാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കുക്കിംഗ് പോട്ട് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് ഞാൻ കുറേ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു പാത്രമാണിത്. അപ്പോൾ ഇതിന് വലിയ തകിടുകെട്ടിയൊന്നുമില്ല. എന്നിരുന്നാലും ഞാനതിനകത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ഇൻഡക്ഷനിലാണ് കുക്ക് ചെയ്യുന്നത്. സ്റ്റീലായതുകൊണ്ട് ഇൻഡക്ഷനിൽ കുക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു സൈഡിലെ റൈസ് ഞാനിപ്പോൾ 1 ഗ്ലാസ് അരി കഴുകി ഒരു 1.5 ഗ്ലാസ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ ഇവിടെ വെജ് ഫ്രൈഡ് റൈസിനായിട്ട് ക്യാരറ്റും പട്ടാണി അല്ലെങ്കിൽ ഗ്രീൻ പീസ് അതും സവോളയും കൂടെ അരിഞ്ഞ് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് കുക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടിനകത്തും വെള്ളമുണ്ട്. ഏകദേശം ഒരേ സമയം വറ്റുന്ന രീതിയിലുള്ള ആണെങ്കിലാണ് നമുക്ക് ഈസിയാണത്. അല്ലെങ്കിൽ ഒരു സൈഡ് നമുക്കൊന്നുമില്ലാതെ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാധാരണ കറി വെക്കാനും അല്ല ചോറിൻ്റെ സമയത്തിനുള്ളിലെല്ലാം റെഡിയായിട്ടിരിക്കാനും പറ്റുന്നതാവണം. അപ്പോൾ ഇത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചു. ഇനി നമുക്കിത് മൂടി വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. ഞാൻ ഏകദേശം ഇൻഡക്ഷനിൽ അത്യാവശ്യത്തിന് പെട്ടെന്നാകുന്ന ഒരു ഇൻഡക്ഷനാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. ഞാൻ കൂടുതൽ വെള്ളം അരിക്ക് വെച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ തിളച്ച് തൂകി ഇപ്പുറത്ത് ചാടുമെന്നൊരു ഡൗട്ട്. വേറൊരു സ്റ്റീൽ പാത്രം കൊണ്ട് ഞാനിത് അടച്ചു വെച്ചു. ഇനി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അരിയൊക്കെ വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിയും തിളച്ച് വേകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിനോടൊപ്പം തന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ടിരുന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് റൈസ് ഗീ റൈസ് പോലെ ആക്കിയെടുക്കുകയാണ്. മറ്റുള്ളതിനകത്ത് അതായത് ഗ്രീൻ പീസും പച്ച ഗ്രീൻ പീസാണ്. അതും ക്യാരറ്റും സവോള അതിനകത്ത് ഉപ്പും കുരുമുളകും ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുറച്ച് നേരം കൂടെ വേണം നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്കിതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒന്നാമത്. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ഇത് ഒന്ന് വറ്റി ഒന്ന് പിന്നെ വറ്റാതെ വേകാതെയൊക്കെ ഇരുന്നാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് സമയം നോക്കണം. ഏകദേശം അരിയുടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഉപയോഗിക്കാം. സാധാരണ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കേണ്ടത്. ഇതിപ്പം ഞാൻ കുറച്ചേ വെച്ചുള്ളൂ. അപ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കതുവരെ വെയിറ്റ് ചെയ്യണം. ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ വെന്ത് വരുന്നുണ്ട്. അതിന് പിന്നെ അധികം വേവ് വേണ്ട. എന്നിരുന്നാലും അതും ഏകദേശം വറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈമും അതുപോലെ തന്നെ കുക്ക് ചെയ്ത് എങ്ങനെ ഉണ്ടാകും എന്നൊക്കെയുള്ളത്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കറിയത്തില്ല എങ്ങനെയാണ്. കാരണം തകിട് കെട്ടിയുള്ള പാനാണെങ്കിൽ ഓക്കെ, പക്ഷേ ഇതിനധികം തകിട് കെട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് ഇടയ്ക്ക് നോക്കണം. അപ്പോൾ നോക്കി നമ്മൾ ഏകദേശം റൈസൊക്കെ കുക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കറിയും കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പം കുഴപ്പമില്ല. എന്നാലും മുഴുവനായിട്ട് അങ്ങ് പറ്റുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോൾ മുഴുവനായിട്ട് വറ്റിയാൽ ഇതിൻ്റെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ റിസ്ക് എടുക്കാൻ പോയില്ല. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ദം ചെയ്തെടുക്കണം. റൈസിൻ്റെ ഇടയിൽ നമുക്ക് ഈ ക്യാരറ്റും ഗ്രീൻ പീസും എല്ലാം കൂടെ ഉള്ളത് നമ്മളൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ ഞാനത് ദം ചെയ്യാനായിട്ട് ഞാൻ എയർ ഫ്രയറിൽ വെച്ച് ദം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ലെയറാക്കിയിട്ട് ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ അങ്ങനെ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ലെയർ ഇട്ടു. അതിന് മുകളിൽ ക്യാരറ്റും ഗ്രീൻ പീസും ഇട്ടു. ഇനി അതിൻ്റെ മുകളിൽ അടുത്ത ലെയർ റൈസും കൂടി ഇട്ട് നമ്മൾ മുഴുവൻ ക്യാരറ്റും ബീൻസും അതിൻ്റെ മുകളിൽ തന്നെ ഇട്ടു. ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് സെറ്റായി വരുന്നിടം വരെ മതി. കൂടുതലായണ്ട. അങ്ങനെ ആയ റൈസൊക്കെ കറക്റ്റ് കൂടുതലായിട്ട് ഫ്രൈ ആയി പോകും. അപ്പോൾ അത് നോക്കി അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ബിരിയാണി മസാലയോ അല്ലെങ്കിൽ
എന്തെങ്കിലും എസൻസ് ഒഴിച്ച് നമുക്ക് ദം ചെയ്തെടുക്കാം. നല്ലതായിട്ട് പെട്ടെന്ന് ഇതിപ്പം ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റൈസൊക്കെ വെന്തു. എന്നാലും നമ്മൾ കുറച്ച് നേരം കെയർഫുള്ളായിരിക്കണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് റൈസ് സെർവിങ് ഡിഷിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. വെജ് ഫ്രൈഡ് റൈസ് പോലെ തന്നെ വന്നിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാം. ഗ്യാസൊക്കെ തീരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കിയാലേ മതിയാവത്തുള്ളൂ. അപ്പം ഇനി ഇങ്ങനെയുള്ള കട്ടിയുള്ള കുക്കിംഗ് പോട്ട്സുകൾ വരട്ടെ. അപ്പം ചൈനക്കാരുടെ കുക്കിംഗ് പോട്ട് കണ്ടപ്പോൾ അതൊരു കുക്കറാണ്. അപ്പം അതിനകത്ത് 3 in 1 ആണ്. താഴത്തെ പാത്രത്തിൽ 3 സാധനം ഇടുന്ന അവരുടെ കുക്കറിനകത്ത് ഒരേ സമയം 6 വിഭവങ്ങൾ ഉണ്ടാക്കാം. അതായത് 3 റൈസ്, 2 കറി, അതോടൊപ്പം സ്റ്റീം ചെയ്യാനുള്ള വെജീസ് നമുക്ക് മുകളിലത്തെ തട്ടിൽ അത് 3 ലെയറാണ്. അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമുക്കിവിടെ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും. പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മാഗീസ് കിച്ചൺ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഈ ഒരു കുക്ക് വെയറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്ഷണിക്കുന്നു. നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യൂ. ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു ഫ്രം മാഗീസ് കിച്ചൺ.